പറഞ്ഞേ. Hello guys. This is who is this? കുഞ്ഞാബു. This is കുഞ്ഞാമ്പു. മാമിയുടെ കുഞ്ഞാമ്പു ആണത്. അപ്പൊ ഇതാരാ? ചേച്ചി. ഇത് ചേച്ചി. ഇവിടെ ആരാ? കുട്ടു. കുട്ടു. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഇന്ന് എവിടേക്കാ പോണ്? അപ്പൊ ഇവിടെ നിക്ക്, നീ ഓടിപ്പോവല്ലേ? അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് പുറത്തേക്ക് പോവാണ്. ആദ്യം ഞങ്ങൾ ചട്ടിച്ചോറ് കഴിക്കാൻ പോണു അല്ലേ? അപ്പൊ ഞങ്ങൾ എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാ നമ്മുടെ അർജുൻ ഇവിടെ ഉണ്ട്. നമ്മൾ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് കറങ്ങാൻ പോവാണ്. സോ ഇന്നത്തെ ഞങ്ങളുടെ കറക്കമാണ് ഇന്നത്തെ വ്ലോഗ് അല്ലേ അർജുൻ? സോ നമ്മളിന്ന് എവിടേക്കാ പോകുന്നേ എന്നുള്ളത് നോക്കാം. വഴിയെ പറയാവുന്നതാണ്. സോ ഞങ്ങളുടെ ഒപ്പം നിങ്ങളും ട്യൂൺഡ് ആയിരിക്കുക. അതിന് വൺസ് അഗൈൻ വെൽക്കം ടു അവർ ചാനൽ. സോ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ടാവാണ് കേട്ടോ. ഇന്ന് എൻ്റെ ബ്രദറൊക്കെ തിരിച്ച് ഷാർജയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കറങ്ങാൻ പോവാം, അങ്ങനെ തിരിച്ച് പോവാൻ ഉള്ള പ്ലാനിലാണ്. സോ നമ്മൾ എവിടേക്കാണ് പോവേണ്ടത് എന്ന് വെച്ചപ്പോൾ ചട്ടിച്ചോറൊക്കെ കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ അബുദാബിയിൽ ഫ്രഷ് പാലസ് എന്ന് പറഞ്ഞ ഒരു കഞ്ഞിക്കടയുണ്ട് കേട്ടോ. അവിടെ നല്ല അടിപൊളി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കഞ്ഞി കിട്ടും. കഞ്ഞിയുടെ മരുന്ന് കഞ്ഞി, കപ്പക്കഞ്ഞി, അതുപോലെ തന്നെ ഷോപ്പിലെ കഞ്ഞി, അങ്ങനെയൊക്കെ പലതരം വെറൈറ്റി ഓഫ് കഞ്ഞി ആ കടയിൽ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ചട്ടിച്ചോറ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചട്ടിച്ചോറും ഉണ്ട്. ലൈക്ക് സീ ഫുഡ് ചട്ടിച്ചോറ്, അതുപോലെ തന്നെ ബീഫിൻ്റെയും, അങ്ങനെ പലതരം വെറൈറ്റി ഓഫ് ചട്ടിച്ചോറ്. നമ്മൾ ഫ്രഷ് പാലസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് ഇവിടുത്തെ വെറൈറ്റീസൊക്കെ അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. പിന്നെ ഈ വീഡിയോ ഒരു പ്രൊമോഷണൽ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ പോവാറുള്ളതാണ് ഈ ഫ്രഷ് പാലസ് എന്ന പ്ലേസിൽ. അപ്പോൾ എൻ്റെ ബ്രദറൊക്കെ വന്നപ്പോൾ ചുമ്മാ അവർക്കും വെറൈറ്റി ഓഫ് കഞ്ഞിയും പിന്നെ നമ്മുടെ ചട്ടിച്ചോറൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ചുമ്മാ പോയതാണ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല കേട്ടോ. അടിപൊളിയാണ് ചട്ടിച്ചോറൊക്കെ. നിങ്ങൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാടൻ കറികളും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇവിടെ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഷാപ്പിലെ പഴഞ്ചോറ്, ഇന്നത്തെ ചോറിൽ കപ്പയും മീൻകറിയും ഉണക്കമീനും മീൻ ഫ്രൈയും പഴങ്കഞ്ഞിയ ചട്ടിച്ചോറിൽ ബീഫുണ്ട്, ചിക്കനുണ്ട്, മിക്സ് ഉണ്ട്, സീഫുഡ് ഉണ്ട്, ഫിഷ് ഓരോരുത്തരും അബീരി, പപ്പടം, പായസം, റൈത്ത, ഒരു വലിയ ഫിഷ് ഫ്രൈ വരും, ഒരു പൗസം ഇവിടുത്തെ സ്റ്റാഫൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ഇവർ എന്തൊക്കെ തരം കഞ്ഞികളാണ്, അതിലെന്തൊക്കെയാണുള്ളത് എന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റിയോടുകൂടി ഓർഡർ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫിനൊരു സ്പെഷ്യൽ താങ്ക്സും കൂടെ പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ പഴങ്കഞ്ഞിയൊന്നും പിന്നെ ഷാപ്പിലെ കഞ്ഞിയും ചട്ടിച്ചോറ് 2 വെറൈറ്റിയും ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. സംഭവം കിടുവായിരുന്നു കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ, എൻ്റെ ബ്രദർ ഓർഡർ ചെയ്തേക്കുന്നത് ഷാപ്പിലെ കഞ്ഞിയാണ്. അപ്പോൾ അതിൽ ഇതൊക്കെയാണ് കറികളും സംഭവങ്ങളൊക്കെ ഉള്ളത്. പിന്നെ പഴങ്കഞ്ഞി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അർജുൻ. പിന്നെ ഞാനും ദൃശ്യം കൂടെ ഒരു സീ ഫുഡ് ചട്ടിച്ചോറും അതുപോലെ മിക്സ്ഡ് ചട്ടിച്ചോറും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ പോയത് മുസഫയിലുള്ള കഞ്ഞിക്കടയാണ് കേട്ടോ. ഇവർക്ക് പല ബ്രാഞ്ചസ്. നമുക്ക് സീ ഫുഡ് ചട്ടിച്ചോറ് ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ മിക്സ്ഡ് വെറൈറ്റി ഓഫ് സീ ഫുഡ് ഒരു പ്ലേറ്റിൽ കൊണ്ടുതരും കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള ഫ്രൈഡ് സീ ഫുഡ്സ് ആണുള്ളത്. കൂന്തലും ചെമ്മീനും അങ്ങനെ പലതരം സീ ഫുഡ്സ്, മീനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സീ ഫുഡ് ചട്ടിച്ചോറ്. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സീ ഫുഡ്സ് അതിലുണ്ടായിരുന്നു കേട്ടോ. കൂടാതെ നമുക്കിതിനൊപ്പം ഒരു ചെറിയ പായസവും പിന്നെ ഞങ്ങൾ ഒരു ഗ്രേപ്പ് ജ്യൂസും അവരുടെ സ്പെഷ്യൽ വെറൈറ്റിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു താഴേക്ക് ഇറങ്ങി പിള്ളേർ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ.
സോ ഇതാ നമ്മൾ ബില്ലിങ്ങിൻ്റെ അവിടെ വന്നിട്ട് ബില്ലൊക്കെ ചെയ്ത് താഴേക്ക് ഇറങ്ങിട്ടോ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട്. നല്ല സംഭവമാണ് ഫ്രഷ് പാലസിലെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കഞ്ഞിയൊക്കെ കുടിക്കാൻ തോന്നുമ്പോൾ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഫ്രഷ് പാലസ്. ചട്ടിച്ചോറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ലേറ്റായി, അപ്പോൾ എൻ്റെ ബ്രദറൊക്കെ പോയി. അവരുടെ റിവ്യൂസ് ഒന്ന് കേട്ടോ കേട്ടോ. നല്ല ഫുഡാണ്. മിക്സ്ഡ് ചട്ടിച്ചോറ് ഞാൻ കഴിച്ചത്. എന്താ നീ എന്താ കഴിച്ചേ? ഞാൻ പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി അടിപൊളിയാ. അതെ. നിന്റെ ഫുഡ് എങ്ങനെയുണ്ട്? നിന്റെ എന്തായിരുന്നു ഫുഡ്? ഷാപ്പിലെ കഞ്ഞി അടിപൊളി സംഭവം. ഒരു പ്രാവശ്യം വന്ന് ട്രൈ ചെയ്യേണ്ട സാധനം തന്നെ. നോ ഡൗട്ട്. ഫ്രഷ് പാലസ് റെസ്റ്റോറൻറ്റ് കഞ്ഞിക്കട. So guys, now we reached the park. The park was very beautiful. We were having a long trip and it was very cold over there. That's why I was wearing earphones. അങ്ങനെ എൻ്റെ ചേട്ടനൊക്കെ പോയി തിരിച്ച് ഷാർജയിലേക്ക്. ഞങ്ങളൊക്കെ ഇവിടെ ഉമ്മൽ ഖുറാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കിൽ വന്നേക്കാണ്. അപ്പോൾ അത് ഞങ്ങൾ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പാർക്കിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ നമ്മുടെ ഈ വ്ളോഗ് തുടരാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു അവർ ചാനൽ മോർഫോ ചാംസ് ആൻഡ് ദിസ് ഇസ് ശ്രീദേവി വിത്ത് യു. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. എല്ലാവരും ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ കമൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇത്ര നാളും സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബേഴ്സിനെല്ലാം താങ്ക് യു സോ മച്ച്. സോ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടെ കണ്ടില്ലേ, നല്ല അടിപൊളിയല്ലേ. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ അടിപൊളി തന്നെയാണ് കേട്ടോ. നമുക്കിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നല്ല സുഖമായിട്ടുള്ള കാലാവസ്ഥയാണ് ഇപ്പോഴത്തെ UAE-യിൽ. നല്ല അടിപൊളിയായിട്ട് കുട്ടികളൊക്കെ ഇവിടെ ഇറങ്ങി കളിക്കുന്നുണ്ട്. പിന്നെ നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് എപ്പോഴും തൊപ്പിയും അതുപോലെ തന്നെ സ്വെറ്റേഴ്സൊക്കെ ഇട്ട് നടക്കുന്നതായിരിക്കും നല്ലത്. എനി ഹൗസ് ഞങ്ങളിങ്ങനെ പ്ലാൻഡായിട്ട് ഇങ്ങനെ പാർക്കിലേക്ക് വരാത്തതുകൊണ്ട് കുഞ്ഞൻ സ്വെറ്റേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്, അവൾ ഇട്ടിട്ടില്ല. സോ പാർക്കിൽ പോകുമ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് വരാം. അതേപോലെ തന്നെ ചെവിയിലൊക്കെ ക്യാപ്പും സംഭവങ്ങളൊക്കെ വെച്ച് വരികയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഞങ്ങൾ ഇവിടെ പുറത്ത് കുറച്ച് നേരം കളിച്ച് പിന്നെ അകത്തേക്ക് കടന്നു കേട്ടോ. ഇതാ നമ്മൾ പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടോ. പാർക്കിലേക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് 10 AED ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കടക്കാം കേട്ടോ. അകത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീടെല്ലാം അവിടെ ഫ്രീ ആയിട്ട് കളിക്കാവുന്നതാണ്. കിഡ്സ് പ്ലേ ഏരിയ, പിന്നെ ഫ്ലവർ ഗാർഡൻ, അതുപോലെ ഷെയ്ഡ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു പാർക്കാണിത്. നല്ല വലിയ ഏരിയ ഉള്ള പാർക്കാണ്. പിന്നെ ഇവിടെ ഒരു ട്രെയിനൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു 15 dirhams കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പാർക്കിന് ചുറ്റും റൗണ്ട് അടിച്ച് നമ്മളെ ഫുള്ള് പാർക്ക് ചുറ്റി കാണിക്കും കേട്ടോ. ഈ പാർക്കിൻ്റെ എൻട്രൻസിൽ തന്നെ കുറേ അധികം നല്ല ഭംഗിയിൽ ഫൗണ്ടെയിൻസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞൻ്റെയും കുട്ടൂൻ്റെയും കയ്യിൽ 2 ബലൂൺസ് കിട്ടിയിട്ടോ. അവിടെ ഫ്രണ്ടിൽ തന്നെ അവർ ബലൂൺസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങളങ്ങനെ പാർക്കിൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് കുറേ നേരം അവിടെ കളിച്ചു. പിള്ളേർ ഓടി കളിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയപ്പോൾ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. പാർക്കിൻ്റെ എൻട്രൻസിൽ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഫൗണ്ടൻ ഏരിയ. ഈ ഫൗണ്ടൻ ഏരിയയിൽ ഒരു വലിയ മരവും പിന്നെ ചുറ്റും കുറച്ച് ഫൗണ്ടൻ പാർട്ടും വെള്ളവും തടാകവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫൗണ്ടൻ ഏരിയ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ്. ഈ കാണുന്നതാണ് ഗ്രൗണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ കുറേ പേര് കളിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരിക്കാനും സ്നാക്സൊക്കെ കൊണ്ടുവന്ന് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനും പറ്റിയൊരു പ്ലേസാണ് കേട്ടോ.
പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ ബ്ലൂ കളർ ലൈറ്റൊക്കെ ആയിട്ടൊരു സംഭവം, അത് ഇവിടുത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ താഴെ എന്താ പറയുക, വെള്ളത്തിനെ കുറിച്ചും ചെടികളെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ ഓഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിനകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ വാല്യുബിൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് അവർ പറഞ്ഞു തരും. അത് നമുക്ക് പതിയെ പോവാട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് കടന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഫൗണ്ടനൊക്കെ ക്രോസ് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജ് കണ്ടിരുന്നില്ലേ നേരത്തെ ഗ്രൗണ്ടിൽ, അത് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നതാണിത്. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ് കിഡ്സ് പ്ലേ ഏരിയ. ഇവിടെ കുട്ടികൾ കുറേ നേരം കളിച്ചു കേട്ടോ. ഇവിടെ കളിച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് ഞാനൊരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ വീണ്ടും തിരിച്ച് നമ്മൾ അവിടേക്ക് പോയി ആ ഷെയ്ഡ്സിനകത്തേക്ക് കയറി. ഇവിടെ കളിക്കുന്ന കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ. So guys, didn't you see me run just right now? Yeah, you know why? The first thing that I got attracted in this park was this thing that you can climb. Like you can climb up. It was very high, so I tried my best to climb up there. It was fun climbing up. I could see the whole park, and Kuttu was playing with the sand. It was so high, I got a little scared. Kuttu also tried to climb it, but it was hard for him. His legs were too short and he could not climb up there. So Daddy helped him to climb. I was climbing and I was trying to get down because it was really hard. It was really fun. And then we can see this thing that circles around. I don't know what to call it. It like hypnotizes you when you look at it for so much long time. It like hypnotizes you. And there is a small playground for small kids. It's fun. They have a small slide over there for the small kids, and big kids also come there. Kuttu slided over there. Big kids come there because of this thing, you see. This kids will come, sit on it, you hold in the middle rod and you spin out like that. It's fun. I like spinning like that. And there are these speakers over there. One person speaks from this side and one person speaks from the other side. Mummy was speaking over there. It was fun speaking. And then there was this thing that one person pulls you up and you slide down, like it's a curve shaped thing. You sit on it and one person will pull you up. See, I'm doing it right now. Daddy was pulling me up and I went swinging like this. It was curved shape. I liked it so much, and I didn't get a chance to go on the swings on the side because it was very crowded. Everyone was going on it, so we didn't get. Kuttu also tried this. He also went. It was actually fun and he said that he liked it so much. He went 2-3 times. അങ്ങനെ പാർക്കിലെ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ സിംഗർ, കമ്പോസർ എന്ന് പറയാം, നമ്മുടെ കുട്ടു കമ്പോസർ ഇവിടെ പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മ്യൂസിക്കലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് പോലെ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കുട്ടു കുറച്ച് നേരം പാട്ടൊക്കെ പാടി കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുട്ടൂസിൻ്റെ ഒപ്പം ഞങ്ങളും ചുമ്മാ അവിടെ പാട്ടൊക്കെ പാടി കൂടിയിട്ടോ. സംഭവം കിടുവായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ ചുമ്മാ കുറച്ചങ്ങ് നടന്നപ്പോൾ ആണ് ജിം ഏരിയ കണ്ടത്. അപ്പോൾ അവിടെ കുറച്ച് നേരം ജിമ്മൊക്കെ എടുത്ത് കളിച്ചു. ചുമ്മാ അങ്ങനെ ഫാമിലി ടൈം കിട്ടിയപ്പോൾ അവിടെ കുറേ നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നു ഞങ്ങൾ.
അത് കഴിഞ്ഞ് കുറച്ചങ്ങ് നടന്നപ്പോൾ ഒരു ഗ്രീൻ ടീ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് പതിയെ നടന്നു വന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ബ്ലൂ ഷെയ്ഡ്സ് ഇല്ലേ, അവിടേക്ക് പോയിരുന്നു. അവിടെ നല്ല രസമായിട്ട് ഇങ്ങനെ ചെടികളെ കുറിച്ചും സൗണ്ട്സിനെ കുറിച്ചും വെള്ളത്തിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് അവിടേക്ക് പോവാം. ഇതാ ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. ഇതാ കണ്ടില്ലേ, ഞങ്ങളിപ്പോൾ ഇതിൻ്റെ മേലെ കയറി. ഇതിൻ്റെ മേലിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാർക്കിൻ്റെ ഏകദേശം വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഒരു 3-4 ഫ്ലോർസ് ആയിട്ടാണ് ഇവരത് പണിത് വെച്ചേക്കുന്നത്. ബ്ലൂ കളർ ഷെയ്ഡ്സിലാണ് ഉള്ളത്. താഴെ കുറേ ചെടികളും ഉണ്ട്. പിന്നെ സൗണ്ടിനെ കുറിച്ചൊക്കെ ചെറിയ ചെറിയ ഓഡിയോസ് അവിടെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പലതരം ലാംഗ്വേജസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ താഴെ ഗ്രൗണ്ടിൽ കുറേ ഓഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് അവിടെ വീഡിയോസ് അലൗഡ് അല്ല. സോ ഞാൻ അധികം വീഡിയോസ് എടുത്തില്ല. അൽഖുറാൻ പാർക്കിൽ വന്നിട്ട് അവിടെ ഷേഡ്സിൻ്റെ മുകളിലാണുള്ളത്. 3-4 സ്റ്റെയർസ് മുകളിലായിട്ടാണുള്ളത്. ഇത് കണ്ടില്ലേ, ഞങ്ങൾ താഴെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞങ്ങൾ ഇവിടുത്തെ വ്യൂ കാണിച്ചു കേട്ടോ. മുകളിൽ നിന്നുള്ള വ്യൂ പോയിൻ്റാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് ഇവിടെ പാർക്കിൻ്റെ കംപ്ലീറ്റ് വ്യൂ നമുക്കിവിടെ കാണാം. നമ്മൾ പകലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എല്ലാം കാണാം പാർക്കിൻ്റെ. ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് ലൈറ്റ്സും അതിൻ്റെ ആ ഒരു ആംബിയൻസുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവിടെ നിന്നിറങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞാലുള്ള വ്യൂസാണ് കേട്ടോ ഇത്. രാത്രി ഉള്ള കുറച്ച് കാഴ്ചകൾ. നമ്മളുടെ ചെടിയുമ കുറേ ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സായിദ് ഗാർഡൻസ് ഓഫ് ടോളറൻസ് എന്ന് പറഞ്ഞിട്ട് നിറയെ ചെടികളൊക്കെ ആയിട്ടാണ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഞങ്ങൾ പാർക്കിലൊക്കെ പോയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അല്ലേ കുഞ്ഞ? ഹാപ്പിയാണോ? എന്താ കുഞ്ഞിനൊരു കുഞ്ഞു സങ്കടം? എന്താണ് പറ്റിയേ? കുഞ്ഞനിപ്പോ കോട്ടൺ ക്യാൻഡി വേണം അല്ലേ? അപ്പൊ നമ്മൾ കോട്ടൺ ക്യാൻഡി മേടിക്കും. നമ്മളിപ്പോ പാർക്കിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്ക് നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ പ്ലാന്റ്സിനെ പറ്റിയും സൗണ്ടിനെ പറ്റിയും വെള്ളത്തിനെ പറ്റിയും ഒക്കെ കുറച്ച് സൗണ്ട് എഫക്ട്സ് ഒക്കെ ആയിട്ട് ഒരു ഷെയ്ഡഡ് സംഭവം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു 4-5 സ്റ്റെയർസിൻ്റെ മേളിൽ ഞങ്ങൾ പോയിട്ട് കംപ്ലീറ്റ് അബുദാബിയുടെ വ്യൂ ഒക്കെ കണ്ടു. അബുദാബിയുടെ വ്യൂ അല്ല, ഇവിടുത്തെ ഈ ഒരു ഔട്ട്സ്കേർട്സ് ആൻഡ് വ്യൂസ് ഒക്കെ കണ്ടു. നല്ല രസമായിട്ട് ഉണ്ട് ഇത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇനി വീട്ടിലേക്ക് പോവാം എന്നാണ് വിചാരിക്കുന്നത്. സോ കുഞ്ഞിന് കോട്ടൺ ക്യാൻഡി വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഷംക ലുലുവിൽ വന്നിട്ടോ അവിടെ നിന്ന് കോട്ടൺ ക്യാൻഡി മേടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ലുലുവിൽ ഇറങ്ങിപ്പോൾ കണ്ട കാഴ്ചയാണിത്. അവിടെ ഐസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ്മസ് തീമിൽ അവർ ഡെക്കേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെയിൻറ്റിങ്ങും ആർട്ട് വർക്കൊക്കെ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിൻ്റർ ക്യാമ്പ് അവർ അറേഞ്ച് ചെയ്തേക്കാണ്. കുറേ കളർ പെൻസിൽസും സംഭവങ്ങളും ഒക്കെ ആയിട്ട്. അവിടെ ഒരു വലിയ ബെയറൊക്കെ ഉണ്ടായിരുന്നു, അത് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതിനൊപ്പം കുട്ടും കുഞ്ഞനും കുറേ നേരം കളിച്ചു കേട്ടോ. അവിടെ കുറേ കുട്ടികൾ വന്നിട്ട് അതിനൊപ്പം ഡാൻസും കളിക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറേ നേരം കളിച്ചിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയത്. സോ അങ്ങനെ ഇവിടെ കുറേ നേരം കളിച്ച് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോക്ലേറ്റ്സും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് പതിയെ മൂവായിട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നത്തേത്. സോ നിങ്ങളും ഞങ്ങളോടൊപ്പം എൻജോയ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനിയും ഞങ്ങൾ തുടർച്ചയായി വരുന്നതായിരിക്കും. കുറേയധികം കാഴ്ചകളും ഫണ്ണും വ്ളോഗും ഞങ്ങളെ ഫാമിലി എൻ്റർടൈൻമെൻറ്റ്സും ഗെറ്റ് ടുഗദർസും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്നതായിരിക്കും.
So stay tuned with us and subscribe our channel. Keep watching us and do comment, like, share with your friends and encourage us with your support. Thank you. This is Sridevi signing off with your favorite channel, Morpho Chance.